ഗൈസ്, അപ്പോൾ നമ്മൾ ചോറ്റാനിക്കരയിലായിരുന്നു ഇന്നലെ ഹാൾട്ട്. അപ്പോൾ നമ്മൾ അതിന് ശേഷം നേരെ കൊടുങ്ങല്ലൂർ പോവാണ്. ചോറ്റാനിക്കൽ ദർശനം കഴിഞ്ഞു, ഇനി നേരെ കൊടുങ്ങല്ലൂർ. നമ്മൾ ചോറ്റാനിക്കര ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടാ നേരെ നമ്മൾ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ. ഗൈസ്, അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടാ. അപ്പോൾ നമ്മളിവിടെ പോയി തൊഴുത് ബാക്കി വിശേഷങ്ങൾ നമുക്ക്. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ ദർശനമൊക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ടാ. ഇനി നല്ല ദർശനമൊക്കെ നമുക്ക് കിട്ടി. മെയിൻ നമ്മുടെ ഒരാൾ വരുന്നുണ്ട്, മെയിൻ സ്വാമികൾ, ശിവൻ സ്വാമികൾ. എങ്ങനെയുണ്ടായിരുന്നു ദർശനം? അപ്പോൾ നമ്മുടെ ദർശനമൊക്കെ അടിപൊളിയായിട്ട് കിട്ടി. നമ്മൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കൊടുങ്ങല്ലൂർ. ഇപ്പം മരിക്കോട് വിശ്രമ കേന്ദ്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൊടുങ്ങല്ലൂർ. അപ്പോൾ നമുക്കിവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കഞ്ഞി വേണം. കഞ്ഞിയല്ല, ഉപ്മാവ്. ഒരു നമ്മൾ എത്തിയപ്പോൾ ഇതാ കാലത്ത് ഉപ്മാവ്. അവിനാശ് സ്വാമി, നമുക്ക് കുറച്ച് ഉപ്മാവൊക്കെ കിട്ടി. ഇല്ലേ ശിവ? പ്രഭാത ഭക്ഷണം ഉപ്മാവ്, നല്ല ചൂട് വെള്ളവും കിട്ടി. അപ്പോൾ നമുക്ക് നല്ല ചുക്ക് കാപ്പിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ ഗുരുവായൂർക്കാണ് പ്ലാന്. അപ്പോൾ കാലത്ത് നമുക്ക് നല്ല ദർശനവും കാര്യങ്ങളൊക്കെ കിട്ടി. ഇതാ ഇവിടുന്ന് ഫുഡും അന്നദാന പ്രസാദവും കിട്ടി. നമുക്ക് നേരെ ഗുരുവായൂർ പോയി തൊഴുതിട്ട് നമുക്ക് അവിടുന്ന് സ്വാമികൾക്ക് വെറും അന്നദാനം മാത്രമേ അറിയുള്ളൂ. ഇതാ നമ്മുടെ ഒരു സ്വാമി 3ാമത്തെ പ്രാവശ്യം പ്ലേറ്റ് കഴുകുക, പോയി വാങ്ങിയിട്ട് വരിക. എവിടെ അന്നദാനം ഉണ്ടോ അവിടെ മെയിൻ ഒരു അന്നദാന സ്വാമി ഉണ്ട്. ഇതാ അന്നദാന പ്രഭുവേ. അല്ല ശിവ, എങ്ങനെയുണ്ട്? ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോകൾ പുറകെ വരുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഗുരുവായൂർ എത്തിയിട്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ തൃപ്രയാർ എത്തിയിട്ടാ. നമ്മൾക്ക് ഇവിടുത്തെ കാഴ്ചകളും മറ്റും കാണാൻ ചെയ്യാം. പോയി തൊഴുതി സെറ്റായിട്ട് വരാം. സൈലോ വരും. അങ്ങനെ നമ്മൾ തൃപ്രയാർ എത്തിയിട്ടാ. ഇനി നമ്മൾക്ക് പോയി ഭഗവാനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരാം. നമ്മുടെ പിള്ളേരൊക്കെ ഇതാ ഉണ്ട്. അപ്പോൾ നമുക്ക് തൃപ്രയാർ ക്ഷേത്രമൊക്കെ പോയി കണ്ട് തൊഴുത് കഴിഞ്ഞ് 12 മണിക്ക് നട അടയ്ക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വസ്ത്രാക്ഷേപമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലാണ് കേട്ടോ. പ്രയറൊക്കെ തൊഴുതിറങ്ങിയിട്ടാണ്. മീനുകളൊക്കെ അവിടെ വളർത്താൻ പറ്റുന്നുണ്ട് കേട്ടോ. വളർത്താൻ പറ്റുന്നത് നിറയെ മീനുണ്ട് അല്ലേ? പക്ഷേ ഈ ഇത് ഏതാണ് പറയുക മീൻ? ഇത് വളർത്തു മീനാണ്, വാളയാണ്. നിറയെ മീനുകൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആളുകളൊക്കെ ഇതിന് തീറ്റ ഇടണോണ്ടാണ് തോന്നുന്നു കേട്ടോ. ഈ പടിയിൽ തന്നെ പരിസരത്ത് നിറയെ മീനുണ്ട് കേട്ടോ. തൃപ്രയാർ തൊഴുതലൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തൃപ്രയാറിന്ന് പാൽപ്പായസമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുടിച്ചിട്ട് ബാക്കി എന്ത്. അപ്പം നമ്മുടെ പായസം നമ്മുടെ ചെക്കൻ എന്താ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുലുക്കി ചക്കത്താ അഭി. ഗണപതിയല്ല, നമ്മൾ നമ്മുടെ ഗണപതി കൊടുക്കട്ടെ. ഗണപതി പൂജയിലാണ്. ഇതെല്ലാം പായസം ഉണ്ടോ? ഇല്ല, പാൽപ്പായസമാണ്. ചൂടൊന്നുമില്ല, നല്ല നന്നായിരിക്കും. അബി
ഓടി കേശവസ്വാമി ശിവൻ സ്വാമി എങ്ങനെയുണ്ട്? ഇവൻ ആരാടാ സൗരവേ? എല്ലാം ഗുഡാണ്. ഫ്രണ്ട് ഏത് ഫ്രണ്ട്? ശബരിമലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഫ്രണ്ടിൻ്റെ അടുത്ത്. നമ്മൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം കാഴ്ചകൾ വന്നിട്ട് കാണാം. ജംബോ ടീംസ് അതാ ജംബോ മാമനും പിള്ളേരും മുണ്ടൊക്കെ പൊക്കി. പിന്നെ അത്യാവശ്യം എപ്പോഴും തിരക്കുണ്ടാവും. പിന്നെ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് പ്രത്യേകിച്ചിട്ടോ. അപ്പം നമ്മൾ ഗുരുവായൂരെത്തി. ഗായ്സ്, അപ്പം നമ്മൾ പുന്നത്തൂർ ആനക്കോട്ടയിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെത്തി ആനക്കോട്ടയ്ക്കകത്ത് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ എത്തി ഗായ്സ്. പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് പോവാം. ആനച്ചന്ത ഗായ്സ്, ആനച്ചന്തയില്ല, നമ്മൾ ആനത്താവളം എത്തിയിട്ടുണ്ട്. ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ആനക്കോട്ടയിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്തോട്ടെ. 20 രൂപയാണ്. 5 എടുത്തിട്ട് നമ്മുടെ പിള്ളേർ കൂടി. ഗൈസ്, നമ്മൾ പുന്നത്തൂർ കോട്ടയ്ക്കകത്തേക്ക് കടന്നോട്ടാം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആനകളൊക്കെ വസിക്കുന്ന താവളം കൂടിയാണ്. ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ആനകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ പുന്നത്തൂർ ആനക്കോട്ടയ്ക്കകത്തേക്ക് കയറി. അപ്പോൾ നമ്മളിതാ ആനകളെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടോ. മതപ്പാടിലാണ് തോന്നുന്നു ആനകളൊക്കെ. 1-2 ആനകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആനകളൊക്കെ മതപ്പാടിലാണ് തോന്നുന്നു. ആനക്കോട്ടിൽ വളരെ തിരക്ക് കുറവാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ സ്വന്തം രാജശേഖരൻ റോക്കി ബായ്. ഓരോരോ ആനകളായിട്ട് അതിൻ്റെ താവളങ്ങളിലുണ്ട് കേട്ടോ. അതിനൊക്കെ പ്രത്യേകം ഷെഡുകളൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ ആനകൾക്ക്. അവർ പട്ടയക്കത്തുനിന്ന് വിശ്രമത്തിലാണ്. ഈ സൈഡ് നിറയെ ആനകളുണ്ട് കേട്ടോ. എല്ലാം മതപ്പാടിലാണ്. അതാ മണ്ണൊക്കെ വാരി ഇറങ്ങി. ഉള്ള കുറുമ്പന്മാരാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ബൽറാം.
ആനകളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. ബാക്കിലും കുറേ ആനകളുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് മണ്ണൊക്കെ വാരിയിട്ടിട്ട് ആൾക്കാർ നിൽക്കുകയാണ് കേട്ടോ. കോട്ടയിലെ വേറൊരു വൈദൂര്യം, ഗുരുവായൂർ ഇന്ദ്രസ്. ഇവിടെ 1-2 ആനകളുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വടക്കുന്നാഥനിലെത്തിയിട്ടോ. അപ്പം നമ്മുടെ ഏകദേശം ശബരിമല യാത്ര അവസാനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എത്തിയിട്ടോ അവിടെ. ഗൈസ്, അപ്പോൾ നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴുതലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പാറമേക്കാവിലേക്ക് പോവുകയാണ് കേട്ടോ. പാറമേക്കാവിലും കൂടി കയറിയതിന് ശേഷം നമ്മൾ നേരെ പാലക്കാട്ടിലേക്ക് തിരിക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ശബരിമല തീർത്ഥാടനം അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു കാഴ്ചകളുമായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.